ഹലോ, ഞാൻ ഡോക്ടർ ഗീതു വിജയൻ. ഇന്ന് കുട്ടികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് കുട്ടിക്ക് തുടർച്ചയായിട്ട് മൂക്കടപ്പും ജലദോഷവും ഉണ്ട്. കുട്ടിയുടെ മൂക്കിൽ ദശ വളരുന്നുണ്ടോ, അതുപോലെ കുട്ടി രാത്രി വായ തുറന്നിട്ടാണ് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ കൂർക്കം വലിക്കുന്നു, അഡിനോയിഡിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പൊ ആദ്യം നമുക്ക് അഡിനോയിഡ് എന്താണെന്ന് മനസ്സിലാക്കാം. എപ്പോഴാണ് അത് പ്രശ്നക്കാരനാകുന്നത്, എപ്പോഴാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എന്നീ കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. എന്താണ് അഡിനോയിഡ്? രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ജനിക്കുമ്പോൾ മുതൽ നമ്മളിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ്. ഇത് മൂക്കിന്റെ പുറകിലായിട്ട് അല്ലെ തൊണ്ടയുടെ മുകൾ ഭാഗത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. 5 വയസ്സ് മുതൽ പതുക്കെ ഈ അഡിനോയിഡ് ഗ്ലാൻഡ് ചുരുങ്ങി തുടങ്ങുകയും ഏകദേശം 12 വയസ്സാകുമ്പോൾ അത് പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ഓക്സിജനെ കൂടാതെ പലതരത്തിലുള്ള ബാക്ടീരിയ ഉണ്ടാകും, വൈറസ് ഉണ്ടാകും, പൊടി ഉണ്ടാകും, അതുപോലെ തന്നെ പൂമ്പൊടികൾ അല്ലെ പോളൻസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഈ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ട് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉണർത്തി നമുക്ക് ഇതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ തുടങ്ങാൻ സഹായിക്കുക എന്നുള്ളതാണ് അഡിനോയിഡ് ഗ്ലാൻഡിന്റെ പ്രധാന ഫംഗ്ഷൻ. ഇനി എന്താണ് അഡിനോയിഡൈറ്റിസ് അല്ലെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് നോക്കാം. അഡിനോയിഡ് ഗ്ലാൻഡിന്റെ സൈസ് ക്രമാതീതമായിട്ട് വലുതായി കഴിയുന്ന അവസ്ഥയാണ് നമ്മൾ പറയുന്ന അഡിനോയിഡൈറ്റിസ് അല്ലെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അഡിനോയിഡൈറ്റിസിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. അലർജി ഒന്നാമത്തെ കാരണമാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഉദാഹരണമായിട്ട് മുലപ്പാൽ അധികം കുടിക്കാത്ത കുട്ടികളിൽ കൂടുതലായിട്ടും ഈ മൂക്കടപ്പ്, ജലദോഷം, മൂക്കിൽ ദശ വളരുന്നതെല്ലാം കണ്ടുവരുന്നുണ്ട്. പിന്നെ പാരമ്പര്യം ഒരു ഫാക്ടറാണ്. വീട്ടിലെ ക്ലോസ് റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ഇങ്ങനെ അഡിനോയിഡിന്റെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അതുമായി ബന്ധപ്പെട്ട കുട്ടികളിലും ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് താഴെ പറയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഡോക്ടറിന്റെ കൺസൾട്ടേഷന് കൊണ്ടുപോയി മൂക്കിൽ ദശ വളരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ അഡിനോയിഡൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂക്കടപ്പ്, ജലദോഷം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പനി വരിക, ചെവി വേദന ഉണ്ടാവുക, ചെവിയിൽ പഴുപ്പ് ഉണ്ടാവുക, രാത്രി വാ തുറന്ന് ഉറങ്ങുക, കൂർക്കം വലിക്കുക, പകൽ സമയത്താണെങ്കിൽ അവർ വാ തുറന്നിരിക്കാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക, ഉറക്കം വളരെ ഡിസ്റ്റർബ്ഡ് ആവുക, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, പതുക്കെ ഈ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം വരിക, ഇതൊക്കെയാണ് കുഞ്ഞു കുട്ടികളിൽ നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. എന്നാൽ മുതിർന്ന കുട്ടികളിൽ ഇതൊന്നും കാണണമെന്നില്ല. അതിന് പകരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ഫേസിന്റെ ഷേപ്പിനകത്ത് ചില വ്യത്യാസങ്ങൾ വരും. ഉരുണ്ട ഫേസ് ഉള്ള കുട്ടികൾ അവരുടെ ഫേസ് പതുക്കെ നീളൻ ആകുക, അതുപോലെ തന്നെ പതുക്കെ പല്ല് ഉന്തുക, അല്ലെങ്കിൽ പല്ലുകൾ ക്രമം തെറ്റി വരിക, ഇതൊക്കെയാണ് നമുക്ക് മുതിർന്ന കുട്ടികളിൽ അഡിനോയിഡ് ലക്ഷണങ്ങളായിട്ട് കാണാൻ പറ്റുക. ഈ ലക്ഷണങ്ങളെ കൂടാതെ തന്നെ അഡിനോയിഡ് ഉണ്ടോ എന്ന് ഉറപ്പാക്കാനായിട്ട് നമുക്ക് എക്സ്റേ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നാസൽ എൻഡോസ്കോപ്പി ചെയ്യാവുന്നതാണ്. 50% താഴെയാണ് അഡിനോയിഡിന്റെ വളർച്ച എങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് കൊണ്ട് പൂർണ്ണമായും നമുക്കിത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ 50% മുകളിലാണ് അഡിനോയിഡിന്റെ ഒരു ഗ്രോത്ത് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ലക്ഷണം അനുസരിച്ചിട്ടും ഡോക്ടറിന്റെ അഭിപ്രായം അനുസരിച്ചും ആവശ്യമാണെങ്കിൽ സർജറി ചെയ്യാവുന്നതാണ്. അഡിനോയിഡ്സിനെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.